ഗ്യാൻ വ്യാപി. അങ്ങനെ ആ പള്ളിയുടെ കാര്യത്തിലൊരു തീരുമാനമായി. പള്ളി കുഴിച്ചു നോക്കിയപ്പോൾ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടം കിട്ടിയെന്ന്. അതേതായാലും ഭാഗ്യായി. എന്ത് ഭാഗ്യം? ഇനിയിപ്പോൾ അത് പൊളിക്കാൻ നിൽക്കണ്ടേ? എന്തിനിപ്പോൾ അത് പൊളിക്കണേ? എന്നിട്ട് തല്ലും കുത്തുണ്ടാവാനാ? ഡൊമിനിക്കേട്ടാ, കോടതി വിധി അനുസരിച്ച് പള്ളി കുഴിച്ചു നോക്കി എന്താണോ കിട്ടണമെന്ന് വെച്ചാൽ അതവിടെ പണിയണമെന്നാ. പള്ളി പൊളിച്ച് കളഞ്ഞ് അമ്പലം പണിയുണ്ട്, ഒരു രക്ഷയില്ല. അതാ ഞാൻ പറഞ്ഞത് ഭാഗ്യായിന്ന്. കുഴിച്ചു നോക്കിയിട്ട് പഴയ കുളിമുറിയുടെയാ കക്കൂസയുടെയാ അവശിഷ്ടം കിട്ടിയ എന്താവും സ്ഥിതി? നമ്മുടെ ലണ്ടനല്ല പോണേ? ഹലോ ലണ്ടൻ, ഗുഡ് ആഫ്റ്റർനൂൺ. എവിടേക്കോ ഓടിക്കതച്ച്? വാ കേറ്, കുറച്ച് വിശേഷമൊക്കെ പറഞ്ഞിട്ട് പോവാം. ഇയാളിനി പോണില്ലേ? ജോർജേട്ട ഇരിക്ക്. ഞാൻ നമ്മുടെ പീറ്ററിൻ്റെ മൃതസംസ്കാരത്തിന് പോകാൻ ഇറങ്ങിയതാ. എന്താ വെയില്! ഇവർക്ക് ഇതൊരു 5 മണിക്ക് ശേഷം വെച്ചാൽ പോരെ? സെമിത്തേരി വരെ നടക്കേണ്ടതല്ലേ? അല്ല, നിങ്ങളാരും പോകുന്നില്ലേ? ഞങ്ങളൊക്കെ കാലത്ത് പോയി ജോർജേട്ട, ആ ചടങ്ങ് അങ്ങോട്ട് കഴിച്ചു. എനിക്ക് ആ മരിച്ചവരുടെ പാട്ട് കേട്ടാ കലി വരും. ഫുള്ള് നെഗറ്റീവല്ലേ, ശോകം സാധനം. ജോർജേ, വൈകിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് അനുശോചിക്കും. ജോർജിനും കൂടാം. അല്ല ജോർജേട്ടാ, അവിടെയൊക്കെ എന്താ അതിൻ്റെ ഒരു രീതി? അല്ല, ആളുകൾ മരിച്ചു കഴിഞ്ഞാലേ ആളുകൾ മരിച്ച അൽഫാം ഉണ്ടാക്കി തിന്നും. നീ എന്തുട്ട് ചോദ്യം ചോദിക്കണേ? കൊണ്ടുപോയി കുഴിച്ചിടും, അല്ലാണ്ട് എന്തുട്ടാ? അല്ലടാ, അവൻ ചോദിക്കുന്നതിലും കാര്യമുണ്ട്. ഓരോ സ്ഥലത്ത് ഓരോ രീതികളുണ്ടാവുമല്ലോ. നിങ്ങൾ അണ്ടർടേക്കർ എന്ന് കേട്ടിട്ടുണ്ടോ? പിന്നെ നമ്മുടെ WWF ചുള്ളനല്ലേ? ആ, ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാ. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഈ അണ്ടർടേക്കർ അയാളെ ഏറ്റെടുക്കും. വെറുതെ അല്ല, പറയണ കാശിനാ. പിന്നെ അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അയാളാ. കുളിപ്പിക്കുന്നതും പൂക്കൾ കൊണ്ട് അലങ്കരിക്കുന്നതും ആളുകളെ അറിയിക്കുന്നതും അടുത്ത ബന്ധുക്കളിടേണ്ട ഡ്രസ്സ് തയ്ക്കുന്നതും അതിൻ്റെ നിറം നിശ്ചയിക്കുന്നത് പോലും അവരാണ്. മരിച്ച ആളെപ്പറ്റി ഭാര്യയും പ്രധാന വ്യക്തികളും 2 വാക്ക് പ്രസംഗിക്കുന്ന ചടങ്ങുണ്ട്. അവരെന്തു പറയണം എന്ന് എഴുതി കൊടുക്കുന്നത് പോലും ഇക്കൂട്ടരാണ്. ആഹാ, കളറാണല്ലോ. എന്ത് കളറ്! ഈ മരിച്ച ആളെ പിന്നെ അയാളുടെ വീട്ടിലേക്ക് പോലും കയറ്റില്ല. ഏതെങ്കിലും പള്ളിമുറ്റത്തോ ഹാളിലോ വെച്ച് ഒരു പൊതുദർശനം. ഇവിടത്തെ പോലെ ചുറ്റും കൂടിയിരുന്ന് ബന്ധുക്കൾക്ക് അറിയാനൊന്നും പറ്റില്ല. ഭാര്യയുടെയും മക്കളുടെയും കണ്ണിൽ കണ്ണുനീരൊന്നും പൊടിയാറില്ല. അഥവാ പൊടിഞ്ഞാൽ തന്നെ പുറത്ത് ചാടുന്നതിന് മുമ്പ് തൂവാല കൊണ്ട് ഒപ്പിയിരിക്കണം. അതിനവർ പറയുന്ന ഒരു പേരുണ്ട്, ഫ്യൂണറൽ എറ്റിക്കേറ്റ്. എന്ത്? ഫ്യൂണറൽ എറ്റിക്കേറ്റ്, മൃതസംസ്കാര മര്യാദ. സംഗതി ഗംഭീരാണല്ലോ, കേൾക്കാൻ രസമുണ്ട്. ജോർജ് പറയും. നമ്മുടെ നാട്ടിലെ ആ ഒരു സംസ്കാരമുണ്ടല്ലോ, അതിനേക്കാൾ ഗംഭീരമായി വേറെ ഒന്നുമില്ല. പ്രിയപ്പെട്ടവരുടെ ഇടയിൽ കിടന്നു മരിക്കുന്നു, നാട്ടുകാർ ഓടിക്കൂടുന്നു, ബന്ധുക്കളും മിത്രങ്ങളും ചുറ്റുമിരുന്നു വിലപിക്കുന്നു. ഭക്തിനിർഭരമായ ചടങ്ങുകൾക്ക് ശേഷം മൃതദേഹവും ചുമന്ന് 2 വരിയായി പള്ളിയിലേക്ക് പോകുന്ന വിലാപയാത്ര. ഏറ്റവും പിറകിൽ പാട്ടും പ്രാർത്ഥനയുമായി നടന്നു നീങ്ങുന്ന അച്ഛന്മാരും കന്യാസ്ത്രീകളും. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു യാത്രയയപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ മണ്ണിലേക്ക് തിരിച്ചു വന്നത് തന്നെ. ഞാൻ നടക്കട്ടെ, വൈകിയാൽ അതൊരു പ്രയാസമാകും.
യൂറോപ്പിലൊക്കെ ഇതുപോലെ കാർ റേസിങ്ങും ചേസിങ്ങും സാധാരണമാണ്. നമ്മുടെ നാട്ടിലും തുടങ്ങിയോ ഇതൊക്കെ? എൻ്റെ ജോർജ് ചേട്ടാ, നേരത്തെ ഒരു സാധനത്തിൻ്റെ പേര് പറഞ്ഞില്ലേ? എന്തുകൊണ്ട്? എന്തോ ഒരു വെട്ടിക്കൂട്ട്. ആ, ഫ്യൂണറൽ എറ്റിക്കേറ്റ്. ആ സാധനമാണ് ഇപ്പം അങ്ങടാ പോയത്. നമ്മുടെ പീറ്ററേട്ടൻ്റെ ഫ്യൂണറൽ എറ്റിക്കേറ്റ്, നമ്മുടെ നാട്ടിലെ ഫ്യൂണറൽ എറ്റിക്കേറ്റ്, മൃതസംസ്കാര മര്യാദ. ഏറ്റവും മുന്നില് 100 പോയ 5-6 കാറില്ലേ, അതിലാണ് ഏറ്റവും അടുത്ത ബന്ധുക്കള്. തൊട്ട് പിന്നാലെ നാട്ടുകാരും കൂടെ ജോലി ചെയ്തവരും. 10-20 ബൈക്കുകൾ പോയില്ലേ? അതൊക്കെ ഈ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ട ടീമുകളാ. അതിൻ്റെയും പിന്നിലെ കാറിൽ ഒരച്ഛനും 2 കന്യാസ്ത്രീകളും. അവര് പ്രാർത്ഥനയൊക്കെ അതിൻ്റെ ഉള്ളിലിരുന്ന് ചെല്ലിക്കോളും. ഏറ്റവും അവസാനം പാട്ട് വെച്ചിട്ടൊരു വെള്ളിമൂങ്ങ പറക്കണ കണ്ടില്ലേ? അത് ലോട്ടറി ടിക്കറ്റ് വിൽക്കണ വണ്ടിയൊന്നല്ല. അതിലാണ് നമ്മുടെ പീറ്റർ ചേട്ടൻ പറന്നത്. പുവർ ഫെല്ലോ. ഇത്രയും സ്പീഡിലോ? ഇതൊന്നല്ല, കുറെ മുമ്പ് മുട്ടുവേദന മാറ്റാൻ ബാസ്കറ്റ് ബോൾ കളിക്കുന്ന ഒരു അച്ഛനുണ്ടായിരുന്നു. പുള്ളിയുടെ എറ്റിക്കേറ്റിന് ഇതിന്റെ ഇരട്ടി സ്പീഡാ. 5 മണിയാകുമ്പോഴേക്കും പരിപാടി കഴിഞ്ഞിരിക്കണം. എൻ്റെ ചേട്ടാ, അയ്യന്തോളുള്ള എൻ്റെ വല്യപ്പൻ മരിച്ചിട്ട് 3-ാം ദിവസം MBDയുടെ നോട്ടീസ് വീട്ടിലേക്ക് വന്നു. ഓവർ സ്പീഡിന് ഫൈൻ അടയ്ക്കാൻ പറഞ്ഞിട്ട്. ഒന്ന് പോടാ, ഓവറാക്കാണ്ട്. സത്യണ്ടാ, മൂക്കിൽ പഞ്ഞി വെച്ച് കിടക്കേണ്ട ഫോട്ടോ അടക്കം. എൻ്റെ ജോർജ്, കുറച്ച് കഴിയുമ്പോൾ പ്രായമായോര് ഈ കാറിലും ബൈക്കിലും കയറാൻ പറ്റാത്ത, കയറ്റാൻ ആളില്ലാത്ത, കുറച്ച് തന്താരും തള്ളാരും വേച്ചും വിറച്ചും നടന്നു പോകുന്നത് കാണാം. പീറ്ററിനെ അവസാനമായി ഒന്ന് കാണാൻ പോണ പോക്കാത്. സൂക്ഷിച്ചു നോക്കിയാ അവറ്റയുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് കാണാം. എന്താ കാര്യം, അവറ്റ നടന്ന് അവിടെ എത്തുമ്പോഴേക്കും നാളെ കാലത്ത് മരിച്ചവരുടെ കുർബാനയും ഓഫീസും കഴിഞ്ഞ ആൾക്കാർ പോയിട്ടുണ്ടാവും. എല്ലാവർക്കും തിരക്കല്ലേ? ഞാനും പീറ്ററും ഒരുമിച്ച് പഠിച്ചതാ. ഒരു 10-50 കൊല്ലം മുൻപത്തെ ഓർമ്മകളെ എനിക്ക് അവനുമായിട്ടുള്ളൂ. എന്നിട്ടും നെഞ്ചുപടയണ വേദന. ഈ ആളുകളൊക്കെ എങ്ങോട്ടാ ഈ തിരക്ക് കൂട്ടി ഓടുന്നത്? അങ്ങനെ എല്ലാറ്റിനും തിരക്കൊന്നുമില്ല ചേട്ടാ. അണിഞ്ഞൊരുങ്ങാനും പാട്ട് വെച്ച് തുള്ളാനും പറ്റണ പരിപാടികൾക്ക് രാത്രി 12 മണി ആയാലും ഒരു പ്രശ്നവുമില്ല. ബർത്ത്ഡേ, മാമോദീസ, ബേബി വാഷ്, പിന്നെ കല്യാണത്തലേന്ന് കുറെ പുതിയ പരിപാടികളുണ്ട്. ഹൽദി, ചന്തം ചാർത്തല്, മഞ്ഞള് പൂശല്. ആ, അല്ലടാ, മൈലാഞ്ചി കല്യാണം എന്ന് പറഞ്ഞിട്ട് പുതിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, ഇന്ന് വൈകുന്നേരത്തെ അനുശോചനം എങ്ങനെയാ? എന്താ ലണ്ടൻ, സാധനം വല്ലതും ബാക്കിയുണ്ടാ? ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. ലണ്ടൻ എന്ന് പറഞ്ഞിട്ട് നടന്നാ മതിയാ. തിരിച്ചു പോകുന്നതിനെ പറ്റി ഇതുവരെ ഞാൻ ആലോചിച്ചിരുന്നില്ല. ഇനിയിപ്പോ ആലോചിക്കണം. അണ്ടർടേക്കറാ ഭേദം അല്ലേ? ഇതൊക്കെ ഉണ്ടാക്കണ, നീ എന്തെങ്കിലും ചിപ്സ് കുപ്പി എന്തെങ്കിലും കൊണ്ടുപോവാ. പരിപാടി